റീൽസ് മോന്മാർക്ക് PR വർക്ക് ഉണ്ടെന്ന് പറയുമ്പോൾ ചിലർക്ക് ഇതുവരെ വിശ്വാസമായിട്ടില്ല. ലീഗിലെ PK ഗ്രൂപ്പ് അറിയാലോ, ഫണ്ടെന്ന് കേട്ടാൽ വീക്ക്നെസ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പിലെ സീനിയർ ആകാൻ പോകുന്ന PK ഫിറോസിന്റെ PR ഷൂട്ട് നടക്കുന്നത് എങ്ങനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരു ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട്. ദൃശ്യമാധ്യമങ്ങളോട് പ്രതികരിക്കുകയാണ് ആണല്ലോ അല്ലേ ഒരു വ്യക്തി. ദൃശ്യമാധ്യമങ്ങളോട് പ്രതികരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു തെറ്റായിട്ടുള്ള കാര്യമല്ല. മാധ്യമങ്ങൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം എടുക്കാൻ വന്നു. ആ സന്ദർഭത്തിൽ പ്രതികരിക്കുന്നത് സ്വാഭാവികം. ആ ദൃശ്യത്തിൽ നിങ്ങൾ ക്യാമറകളുടെ തൊട്ടു മുന്നിൽ കസേരയിട്ട് ഒരാൾ ഇരിക്കുന്നുണ്ടോ? മൊബൈലും പിടിച്ച്. എന്തിനായിരിക്കും? അതിൽ നിന്നൊരു കേബിൾ നീണ്ടു പോകുന്നുണ്ട്, കണ്ടോ? എന്തായിരിക്കും? അല്ലെങ്കിൽ ആരാണ് മാധ്യമങ്ങൾക്കിടയിൽ ആ ക്യാമറകൾക്ക് മുന്നിൽ കസേരയിട്ടിരുന്ന് ഷൂട്ട് ചെയ്യുന്ന ഒരാൾ? അവിടെയാണ് ഇതുവരെ ഒരു ജോലിയില്ല, എറ്റും ചെറുപ്പും ഇല്ല, എന്നിരുന്നാലും കോടിക്കണക്കിന് രൂപയുടെ വീടും വെച്ച് അതുപോലെ തന്നെ ആഡംബര ജീവിതം നയിക്കുന്ന ഫിറോസ് സ്വന്തമായിട്ട് ബൂസ്റ്റപ്പ് ചെയ്യാൻ നടത്തുന്ന PR പണിയാണ്. ഒരാളെ വെറുതെ കൊണ്ട് നടക്കാൻ പറ്റില്ലല്ലോ. അയാൾക്ക് മാസ ശമ്പളം കൊടുക്കണം, ഈ PR എഡിറ്റിംഗ് വേണം, അത് അപ്ലോഡ് ചെയ്യണം. ഇതിനൊക്കെ ഒരു MLA അല്ല, ഒരു വാർഡ് മെമ്പർ അല്ല, ഒരു ജനപ്രതിനിധിയല്ല, യൂത്ത് ലീഗിൻ്റെ നേതാവാണ്. യൂത്ത് ലീഗിൻ്റെ നേതാവായി കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങൾക്ക് ഇഷ്ടംപോലെ പണം ഉണ്ടാവുമോ? എവിടെ നിന്നായിരിക്കും ആ ഫണ്ട്? അതിനുത്തരമാണ് കത്വ ഫണ്ട്, ഉന്നാവ ഫണ്ട്, ഇതിൻ്റെ ഒന്നും കണക്കില്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വയനാട് ഫണ്ടുമായി ബന്ധപ്പെട്ടും ചില സംശയങ്ങൾ യൂത്ത് കോൺഗ്രസിൻ്റെ ഇടയിൽ ഉണ്ടായിരിക്കുന്നതും ഇതാണ്. 5 കോടി പിരിച്ച് 87 ലക്ഷം രൂപ തിരിച്ച് അക്കൗണ്ടിൽ സൂക്ഷിച്ച ആ വിശാല ഹൃദയം ഉണ്ടല്ലോ, അവിടെയാണ് തിരിച്ചറിയേണ്ടത് ഫണ്ടുകളൊക്കെ എങ്ങനെയാണ് പോകുന്നതെന്നും. സ്വന്തം ഇമേജ് ബിൽഡപ്പ് ചെയ്യാൻ ക്യാമറയുമായിട്ട് ഒരാളെ നിയോഗിച്ചിരിക്കുകയാണ്. അതിൻ്റെ ദൃശ്യമാണത്. ചെലവും കൊടുത്ത് തൻ്റെ PR വർക്കിന് വേണ്ടി ഓരോരുത്തരെ നിയോഗിച്ചിട്ടുണ്ട്. അതിൻ്റെ ക്യാമറ ഷൂട്ടുകൾ മാത്രമാണ് നടക്കുന്നത്. ജനങ്ങൾക്കിടയിൽ ഇറങ്ങി ഒരു കാര്യത്തിലും പ്രതികരണമില്ല. കുറേ കാലത്തിന് ശേഷം ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് വണ്ടിയും പിടിച്ച് തിരുവനന്തപുരത്ത് പോയി. ഇതുവരെ ലീഗിലെ കാക്കമാരുടെ ഫണ്ട് വെട്ടിപ്പ്, എന്തിനേറെ പറയുന്നു കമറുന്നീച്ചയുടെ ഫണ്ട് മുക്കലും പാവപ്പെട്ടവരുടെ നിക്ഷേപ തട്ടിപ്പുണ്ടായ സമയത്തൊന്നും വായി തുറന്നിട്ടില്ല. അവരാണ് ആരോഗ്യമന്ത്രിക്കെതിരെ ഇപ്പോൾ സമരത്തിന് തിരുവനന്തപുരത്ത് വന്നത്. വെറുതെ വരാൻ പറ്റില്ലല്ലോ, ഇത്രയും പേരെ കൊണ്ടുവരണം. അവരുടെ ആഹാരം, യാത്രാ ചെലവ്, ഇതെല്ലാം നോക്കുമ്പോൾ എത്രായിരം രൂപ വരും. അതിനൊക്കെ എവിടെ നിന്നാണ് വരുമാനമൊന്നും ചോദിക്കരുത്. ഇഷ്ടംപോലെ ഫണ്ടുണ്ട്. അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നാട്ടുകാരുടെ മുന്നിൽ ക്യാമറ അഭിനയങ്ങൾ നടക്കുന്നത് ഇങ്ങനെയൊക്കെയാണെന്ന് ഒന്ന് മനസ്സിലാക്കുക. അതാണ് ഈ ദൃശ്യം തുറന്നു കാട്ടുന്നത്.